6 മാസം മുന്നേ എൻ്റെ മുന്നിൽ വളരെയധികം മുട്ടുവേദനയും മുട്ട് വളഞ്ഞു പോകുന്ന ഒരവസ്ഥയിൽ വന്ന ഒരമ്മയുണ്ട്. ഒരു 10-15 വർഷക്കാലം മുട്ടുവേദന അനുഭവിക്കുകയും ഒരുപാട് ചികിത്സാ രീതികൾ പരീക്ഷിക്കുകയും ചെയ്തിട്ട് അതൊന്നും കുറവില്ലാതെ വന്ന ഒരമ്മ. ആ അമ്മ വളരെയധികം പേടിച്ച് മുട്ട് മാറ്റിവെക്കലിൻ്റെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകാതെ നടന്ന ഒരമ്മയാണ്. ആ പേഷ്യൻ്റ് ഇവിടെ വരികയും ഫാത്തിമ ഹോസ്പിറ്റലിൽ വരികയും മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വളരെ വിജയകരമായി പൂർത്തീകരിച്ച് പോവുകയും ചെയ്ത ഒരു കഥയുണ്ട്. ഞാൻ ഡോക്ടർ പ്രശാന്ത്, കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജൻ, ഫാത്തിമ ഹോസ്പിറ്റൽ. ഞാൻ ഈ ഫാത്തിമ ഹോസ്പിറ്റലിൽ വരുമ്പോൾ എനിക്ക് തീരെ നടക്കാൻ പറ്റില്ലായിരുന്നു. നടക്കാൻ പറ്റില്ല, സ്റ്റെപ്പ് കയറാൻ പറ്റില്ല, ചെയറിൽ ഇരിക്കാൻ പറ്റില്ല, എഴുന്നേൽക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഞാനിവിടെ വന്ന് കാണിച്ചപ്പോൾ പ്രശാന്ത് ഡോക്ടറെ കാണിച്ച്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ് ഓപ്പറേഷൻ സർജറി തന്നെ ചെയ്യണം, എന്താ വെച്ചാൽ വേറെ എല്ലുകളൊക്കെ വളർന്നു പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് കുറേയൊക്കെ 8 വർഷമായി ഞാൻ ഇത് അനുഭവിക്കുന്നത്. അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ കാണിച്ച് ഒന്നും മാറാതെ വന്നത്. അപ്പോഴും ഇങ്ങനെ ഡോക്ടർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് വന്ന് കാണിച്ചത്. വന്ന സമയത്ത് ഡോക്ടറോട് ഞാൻ പറഞ്ഞു എനിക്ക് കൂടെ നിൽക്കാൻ ആളില്ല, എല്ലാ സ്ഥലത്തുനിന്നും കൂടെ ആൾ നിൽക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സർജറി വേണ്ടാന്ന് വെച്ചത്. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് അത് വിഷമിക്കേ വേണ്ട, ഒരാൾ കൂടെ ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബാക്കി കാര്യങ്ങൾ ഞാനിവിടെ നേഴ്സുമാർ ചെയ്തിരുന്നു പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് ഒരു ദിവസം ഒന്ന് കാണിച്ച് ഡോക്ടർ 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞ് തലേന്ന് വന്ന് ഇവിടെ അഡ്മിറ്റായി. എനിക്ക് ഓപ്പറേഷൻ ചെയ്ത് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. എല്ലാ സഹായങ്ങളും എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡോക്ടർ, ഇവിടുത്തെ സ്റ്റാഫുകൾ, താഴെ ക്ലീനിങ് ചെയ്യുന്ന സ്റ്റാഫുകൾ വരെ ഉപകാരം ചെയ്തിട്ടുണ്ട്, എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആളില്ല എന്നുള്ള പറഞ്ഞതുകൊണ്ട് നേഴ്സുമാരും എല്ലാവരും. ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് സുഖമായി നടക്കാം. ഇപ്പോൾ ആ പഴയ വേദനയും എനിക്കില്ല. ഇപ്പോൾ സ്റ്റെപ്പുകൾ കയറാൻ പറ്റുന്നുണ്ട്, ഇരിക്കാൻ പറ്റുന്നുണ്ട്, എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ട്. ഒന്നും എനിക്ക് കഴിയില്ലായിരുന്നു. പിന്നെ പറഞ്ഞാൽ എനിക്ക് ഡോക്ടറിനോട് പറഞ്ഞു വെച്ചാൽ വീട്ടിൽ പോയാൽ ഞങ്ങൾ 2 ആളിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി എന്ത് ചെയ്യും. അപ്പം ഞാൻ പിന്നെ അടുത്തുള്ളവരുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ PRO അയച്ചുതരാം. എനിക്ക് PRO അല്ല വേണ്ടത്, എൻ്റെ വീട്ടിലേക്ക് ചെറിയ വഴിയാണ്, 4 ഫുട്ട് വഴിയാണ്, എനിക്കൊരു വീൽ ചെയറാണ് വേണ്ടതെന്ന്. അപ്പോൾ ഡോക്ടർ ഇവിടുന്ന് പോകുമ്പോൾ വീൽ ചെയർ തന്നു. പിന്നെ ഇവിടുത്തെ സെക്യൂരിറ്റി, പിന്നെ നേഴ്സ്, പിന്നെ ഫിസിയോതെറാപ്പി, അങ്ങനെ 3-4 ആളുകൾ എനിക്ക് കൂടെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഈ ഡോക്ടർ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അങ്ങനത്തെ സഹായം എനിക്ക് ഡോക്ടർ ചെയ്തു തന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ആ പഴയ അസുഖം എനിക്ക് തീരെ ഇല്ല. ഇപ്പോൾ ഈ മുറിവ് ഉണങ്ങിയിട്ടില്ല. അതിപ്പോൾ ഓപ്പറേഷൻ ചെയ്തിട്ട് കുറച്ച് ടൈമില്ലേ, 3 മാസം ആവുന്നുള്ളൂ. ആ മുറിവിൻ്റെ വേദന അല്ലാണ്ട് എനിക്ക് പഴയ വേദനയേ എനിക്കില്ല. എൻ്റെ ഭാര്യയാണ് സുധ എന്ന് പറയുന്നത്. ഞങ്ങളങ്ങനെ അവർക്ക് കാലിന് ഒരു 5-8 വർഷമായിട്ട് വളരെയധികം നടക്കാനും മറ്റുള്ള സ്ഥലങ്ങളിൽ പോകാനും എല്ലാം ഭയങ്കര വിഷമമായിരുന്നു. നടന്നു പോവുകയാണ്, ഒരു കല്ലുമ്മൽ തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ മറിഞ്ഞു വീഴുന്ന ആ സാഹചര്യം വരെ എത്തിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞ് കോഴിക്കോടുള്ള ഒരുവിധ ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ഓരോരോ ചാർജും പറഞ്ഞ് പിന്നെ അതെല്ലാം അടുത്ത് നിൽക്കാൻ 2 ആൾ വേണം, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഓരോരോ ഹോസ്പിറ്റലിൽ നിന്ന് ഡേറ്റാണ് തന്നത്. അങ്ങനെയാണ് ഫാത്തിമ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു പ്രശാന്ത് ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹമായിട്ട് നേരിട്ട് ഞാൻ ഫോണിൽ ബന്ധപ്പെടുകയും അദ്ദേഹം പറഞ്ഞ് നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ വന്ന് എല്ലാം നോക്കിയും പറഞ്ഞ് ഇത് ഓപ്പറേഷൻ ചെയ്യല്ലാണ്ട് വേറെ യാതൊരു രക്ഷയില്ല, പെട്ടെന്ന് നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് എന്തെല്ലാം ടെസ്റ്റ് ആ ടെസ്റ്റുകളൊക്കെ എടുക്കാൻ പറഞ്ഞു. ആ ടെസ്റ്റുകളൊക്കെ എടുത്ത വൈഫിന് ഒരു കുഴപ്പമില്ല. എന്നാൽ നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് ഓപ്പറേഷൻ ചെയ്തുകൂടെ എന്ന് വെച്ച് ഞാൻ പറഞ്ഞു ഓക്കെ സാർ എന്ന് പറഞ്ഞു. അങ്ങനെ അത് ഓപ്പറേഷൻ ചെയ്ത് ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞ് മറ്റേ കാലിന് വേണ്ടത് അതും കൂടെ ഈ സമയത്ത് തന്നെ ചെയ്യാം, വേറൊരു റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല, ഇതാകുമ്പോൾ ഒരൊറ്റ റെസ്റ്റിൽ കഴിഞ്ഞ്. അങ്ങനെയാണ് 2ാമത്തെ ഓപ്പറേഷനും ഇവിടുന്ന് തന്നെ അതേമാതിരി ചെയ്ത് ഞങ്ങൾ ഡോക്ടർ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഡോക്ടർക്ക് നന്ദി പറയാമെന്ന് വരെ പറയാൻ പറ്റില്ല. അത്രയും ഉപകാരങ്ങളാണ് ഡോക്ടറും ചെയ്ത് ഇവിടുത്തെ നേഴ്സുമാരും സ്റ്റാഫും എല്ലാവരും. നമുക്ക് അത്രയും വളരെ ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാകുമെന്ന് വരെ തന്നെ എനിക്ക് സംശയിച്ചു കഴിഞ്ഞാൽ. അങ്ങനത്തെ പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഡോക്ടർ ഞങ്ങളെ വീട്ടിൽ കൊണ്ട് ഇറക്കി തന്ന് ഇവിടുന്ന് ഒരു സെക്യൂരിറ്റി, പിന്നെ ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും എല്ലാവരും കൂടെ വന്ന് വീട്ടിൽ അവിടെ ഡോർ ഡെലിവറി എന്ന് പറഞ്ഞ മാതിരി വീട്ടിൽ ഇറക്കി തന്ന് അത്രയും ഉപകാരം ചെയ്തൊരു ഡോക്ടറും ഈ ഹോസ്പിറ്റലും. അതിനെ കൊണ്ട് എപ്പോഴും നമുക്ക് ഈ പ്രശാന്ത് ഡോക്ടറെ കാണുമ്പോൾ എല്ലാം അയാൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതുമാതിരി തന്നെ ഈ ഹോസ്പിറ്റൽ ഫാത്തിമ ഹോസ്പിറ്റലിനോടും നമുക്ക് നന്ദിയുണ്ട്. 2 കാൽമുട്ടിനും തേയ്മാനം ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ എക്സ്റേ ഒക്കെ എടുത്തു നോക്കി. അപ്പോൾ വളരെയധികം, അതായത് 4ാമത്തെ ഗ്രേഡിലുള്ള തേയ്മാനമായിരുന്നു, നല്ലവണ്ണം വളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന ഉടനെ പറഞ്ഞു എനിക്ക് ഭയങ്കര പേടിയാണ് ഓപ്പറേഷൻ ചെയ്യാൻ, വേദനയാവുമോ എന്നൊക്കെ പറഞ്ഞ പല സംശയങ്ങൾ. അപ്പോൾ ഞാൻ മുട്ട് മാറ്റി വയ്ക്കുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയും
ഓപ്പറേഷൻ ഇവിടെ 3-4 ദിവസം കിടന്നാൽ മതി, ഓപ്പറേഷൻ്റെ മുന്നേ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിന് ശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ ആദ്യം ഒരു മുട്ട് മാറ്റി വയ്ക്കുകയും ആ മുട്ട് മാറ്റിച്ചപ്പോൾ അമ്മയ്ക്ക് ഒരു ധൈര്യമായി. കാലൊക്കെ നിവർന്നു. രണ്ടാമത്തെ ദിവസം തന്നെ നടക്കുകയും ബാത്റൂമിൽ പോയി എല്ലാം ചെയ്തപ്പോൾ വളരെയധികം ധൈര്യമായി. 4ാമത്തെ ദിവസം പറയും എനിക്ക് അടുത്ത കാലം മാറ്റി വയ്ക്കണം. അങ്ങനെ പേഷ്യൻ്റ് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് അങ്ങനെ നമ്മൾ അനസ്തീഷ്യ ടീം നമ്മുടെ കാർഡിയോളജിസ്റ്റ് എല്ലാവരുമായിട്ട് ഒരു ഫിറ്റ്നസ്സൊക്കെ എടുത്തിട്ട് 2ാമത്തെ കാലം മാറ്റി വെച്ച് അങ്ങനെ 6 ദിവസം കൊണ്ട് എല്ലാ സർജറിയും പൂർത്തീകരിച്ച് അവർ വീട്ടിൽ പോയി. അപ്പോൾ അവരുടെ ഏറ്റവും വലിയൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 മീറ്ററിന് മുന്നേ അവർക്ക് വീട്ടിൽ വഴിയില്ല, വണ്ടി അങ്ങനെ ഓട്ടോയോ കാറോ ഒന്നും പോകാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ അതെങ്ങനെ എനിക്ക് നടന്നു പോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു സംശയമായിരുന്നു. അങ്ങനെയാണ് അവർ ഏറ്റവും അധികം പേടിച്ചിരുന്ന ഒരു വസ്തുത. അപ്പോൾ ആ സമയത്ത് നമ്മൾ 2 കാല് മാറ്റി വയ്ക്കുകയും അവർ അവിടെ പോയിട്ട് നടന്ന് വീട്ടിൽ പോവുകയും ചെയ്ത് വളരെയധികം സന്തോഷവതിയായിട്ടുള്ള ഒരു പേഷ്യൻ്റാണ്.